നമസ്കാരം. ഓൾ കേരള ഭാരത ബന്ദ് എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഏരിയയിലൊക്കെ? സമ്പൂർണ്ണല്ലേ? പൂർണ്ണ സക്സസ് അല്ലേ ഈ നമ്മളുടെ ഇന്നത്തെ ഭാരത ബന്ദ്? 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എല്ലാ മേഖലയെയും സ്തംഭിപ്പിക്കുന്ന റോഡും കടകളും ആശുപത്രികളടക്കം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മളുടെ ഓൾ കേരള ഭാരത ബന്ദ്. നമ്മൾ ഈ മലയാളികൾ എന്നുള്ള നിലയ്ക്ക്, കേരളൈറ്റ്സ് എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങളിലും നമുക്ക് അഭിമാനം തോന്നാറുണ്ട്. നമ്മളിപ്പോ സാക്ഷരത, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ദെൻ ഹെൽത്ത് കെയർ, മരണനിരക്ക്, ഇങ്ങനത്തെ പല കാര്യങ്ങളിലും നമ്മൾ ഒരു റോൾ മോഡലാണ് നമ്മളുടെ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും മറ്റെല്ലാ നഗരങ്ങളും ആസ് യൂഷ്വൽ പ്രവർത്തിക്കുമ്പോൾ നമ്മള് എന്താ പറയാ, സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുള്ള അവസ്ഥ. ഒരു ചെറിയ ഇവന്റ് പോലും നമ്മളുടെ നാട്ടിൽ നടക്കാത്ത അവസ്ഥ. അപ്പോൾ രാവിലെ ഇന്ന് ഈ ഭാരത ബന്ദ് എന്തൊക്കെയായി എന്നറിയാൻ വേണ്ടിയിട്ട് ടി വി വെച്ച് നോക്കുമ്പോൾ എറണാകുളം ഡെപ്പോന്നാന്ന് തോന്നുന്നു KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു സഖാവും സഖാത്തിയും സംസാരിക്കുന്നത് കേട്ടു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി ഒന്നായി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റോഡിലൂടെ നോക്കൂ നിങ്ങൾ, ഒരു വാഹനം പോലും ഇറങ്ങിയിട്ടില്ല, ഒരു കട പോലും തുറന്നിട്ടില്ല. എല്ലാവരും ഈ സമരത്തെ അനുകൂലിച്ച് ഞങ്ങളോടൊപ്പം മെയ്യോട് മെയ് ചേർന്ന് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കാഴ്ച എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് കേട്ടപ്പോ സത്യത്തിൽ ലജ്ജയാണ് തോന്നിയത്. കാരണം ഇന്ന് കടയടച്ച അല്ലെങ്കിൽ വാഹനം പുറത്തിറക്കാത്ത, വീട്ടില് ബന്ദാണ് എന്ന് പറഞ്ഞിരിക്കുന്ന 100 ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇന്ന് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബന്ദ് നടത്തുന്നത് എന്ന്. അതിൽ ബെറ്റ് ചെയ്ത് പറയുന്നു 98 ആൾക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ഭരണ സംവിധാനം, ഈ പറയുന്ന യൂണിയൻ സ്ട്രെങ്ത്, ആൾക്കാരെ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും തല്ലാനും കല്ലെറിയാനുമുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ്, ഇതൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ അതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ആൾക്കാരെ പേടിപ്പിച്ച് വീട്ടിലിരുത്തിയിട്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിന്റെ വിജയമായിട്ടൊക്കെ അത് പറയുക എന്ന് പറയുന്നതിന് അതിനും വേണം ഒരു ഉളുപ്പ്. അതൊന്നുമില്ലാത്തവരായി പോയല്ലോ നിങ്ങളെന്നും അതിനെ ഏറ്റുപാടുന്ന അല്ലെങ്കിൽ അതിന് സിന്ദാബാദ് വിളിക്കുന്ന ഒരു സമൂഹമായല്ലോ മലയാളി എന്നും ഓർത്ത് തീർച്ചയായിട്ടും